ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചീസ് ലോഡഡ് ഫ്രൈസ് ആണ്. ചിക്കൻ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. ആദ്യം ഒരു ബൗൾ എടുക്കുക, ഇതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ്, അതായത് എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ എടുക്കുക. എല്ലില്ലാത്ത ഞാനൊരു ഫുള്ള് കോഴി വാങ്ങിയപ്പോൾ അതിൽ ഈ പീസസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുക, കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. ഒരുപാട് എരിവ് വേണ്ട കേട്ടോ. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. കുറച്ച് വിനാഗിരി ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് സോയാ സോസ് ചേർക്കുക കേട്ടോ. അതും നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചിക്കൻ ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ധൃതിയാണെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ വാങ്ങിയിരിക്കുന്ന നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ഓയിലിൽ, അതായത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും എടുക്കുക, അതിലിട്ട് ഇതേപോലെ ആദ്യം ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചീസ് ലോഡഡ് ഫ്രൈസ് ആയതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതിന് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ഒരു പെരട്ടി സംഭവങ്ങളൊക്കെ വെച്ച് അതിലേക്ക് നമ്മൾ വറുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ സെയിം ആ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുത്ത എണ്ണ ഉണ്ടല്ലോ, അതിൽ തന്നെ ഈ സംഭവം ഇട്ടിട്ട് ഈ ചിക്കൻ ഫുള്ളിട്ടിട്ട് ഒന്ന് വറുത്ത് കോരി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ്റെ താരമല്ല അതിൻ്റെ അരപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ എണ്ണയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ചിക്കൻ ആയിട്ടുണ്ട്. ഈ രീതിയിലൊന്നും ആയി വരണം, നല്ല ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ അത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ഇനിയിപ്പോൾ അതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ആ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ കുറച്ച് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ബട്ടർ എടുക്കാവേ. എനിക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഓയിൽ തന്നെ ഒരു പാനിൽ ഒഴിച്ചു. എന്നിട്ട് ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് 2 ടീസ്പൂൺ മൈദ ഇതിൽ ചേർത്തിട്ടുണ്ട്. തീ വളരെ കുറച്ചിടുക കേട്ടോ, കാരണം ഈ മൈദ കരിയാൻ പാടില്ല. എന്നിട്ട് മൈദയുടെ പച്ചമണം പോകുന്നിടം വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കരിയരുത്, ശ്രദ്ധിച്ച് വേണം മൂപ്പിക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളുപ്പിടുക. നമ്മളിതിൽ ചീസൊക്കെ ഇടുന്നുണ്ട്, ഉപ്പ് ഒരുപാട് കൂടരുത് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് എരിവിന് വേണ്ടി പെപ്പർ പൗഡറാണ് ചേർത്തത്. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ ഒറിഗാനോ സീസണിങ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു, പിസ്സ പാസ്ത സീസണിങ്. അതുള്ളത് കൊണ്ട് ഞാനത് ചേർത്തു. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതൊന്നും ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ കുറച്ച് ഇടുക കേട്ടോ ഈ സമയത്ത്, കാരണം ഇത് കട്ട പിടിക്കും. അതായത് കട്ട പോലെ ആ മാവ് കിടക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടിയിടണം. ഈ പരുവം അതായി വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഒരു സ്ലൈസിൻ്റെ ചീസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്ലൈസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ക്യൂബിൻ്റെ ചീസോ എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ചീസ് ഇല്ലെങ്കിലോ മറ്റ് സീസണിങ് ഇല്ലെങ്കിലോ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ അത് രണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ടേസ്റ്റ് ഇത്തിരി കൂടും. അപ്പോൾ സെറ്റിംഗ് ആണ്. നിങ്ങളുടെ കയ്യിൽ മറ്റേ സ്ക്വയർ ടൈപ്പ് ബൗൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ചിക്കൻ മൊത്തവും ഇട്ട് കൊടുക്കുക. എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ലെയറിങ് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ എഗ്ലെസ് മയണൈസാണ് കേട്ടോ. ഇതിൻ്റെയും മണ്ടയിലായിട്ട് നമ്മൾ ആ ചെയ്ത് വെച്ചേക്കുന്ന സോസ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ലെയർ ചെയ്യുന്നത്. ചിലർ വേറെ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് എൻ്റെ സിമ്പിളായിട്ടുള്ള വേർഷനാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന ആ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇതേപോലെ നിരത്തി കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ സാധാരണ എല്ലാവരും മോസറല്ല ചീസ് ഉണ്ടല്ലോ, അത് ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. എൻ്റെ വീട്ടിൽ അത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചീസിൻ്റെ സ്ലൈസാണ് കേട്ടോ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ചീസ് ഉണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനതിങ്ങനെ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മോസറല്ല ചീസ് ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിത് ഓവൺ ഉള്ളുണ്ട് മൈക്രോവേവ് എടുത്തിട്ട് അതിൽ ഒരു 3 മിനിറ്റ് സെറ്റ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ സംഭവം ഇതേപോലെ റെഡിയാണ്. നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പാനിൽ സെറ്റാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ സംഭവം റെഡി ചെയ്ത് അടിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കുക. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.